ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൺവെൻഷണൽ സൈൻസും സിമ്പിൾസും അതുപോലെ തന്നെ സെക്ഷണൽ ഡ്രോയിങ് ഓഫ് എ സ്ട്രിപ്പ് ഫൂട്ടിംഗും ആയിരുന്നു. ഓക്കെ, ഒരു സ്ട്രിപ്പ് ഫൂട്ടിങ്ങിനെ എങ്ങനെ നമ്മൾ ഡ്രോയിങ്ങിലൂടെ റെപ്രസെന്റ് ചെയ്യാന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൽ വരുന്ന കമ്പോണൻസ് എന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്, കമ്പോണൻസ് വരുന്ന ആ ഫിഗർ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൽ വരുമ്പോൾ ബേസ് ലെയർ ആയ PCC ലെയർ ഉണ്ട്, അതുപോലെ തന്നെ അതിന് മുകളിലായിട്ട് ഫൗണ്ടേഷന്റെ പോർഷൻ ഉണ്ട്, അതിന് മുകളിലായിട്ട് ബേസ്മെന്റ് ഉണ്ട്, അതിന് മുകളിലായിട്ട് വാൾ ഉണ്ട്. അപ്പോൾ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ബേസ്മെന്റിന്റെ കൂടെ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. സ്റ്റെപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് താഴെയായിട്ട് ഒരു PCC ലെയറും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് ലെവൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫിഗറിൽ നമ്മൾ വരച്ചു കഴിഞ്ഞ ശേഷം കൃത്യമായ രീതിയിൽ ഡയമെൻഷനിങ് നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ഓരോ മെറ്റീരിയലും ഏതാണെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൺവെൻഷണൽ സയൻസും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, PCC ആണെങ്കിൽ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന കൺവെൻഷണൽ സയൻസ് നമ്മൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൗണ്ടേഷനോ ബേസ്മെന്റോ പിന്നെ വോളോ തന്നെ ഏത് മെറ്റീരിയലോ ഉപയോഗിച്ചിട്ടാണോ നിർമ്മിച്ചിരിക്കുന്നത്, ബ്രിക്ക് ആണോ റെബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങൾ അതിനനുസരിച്ചുള്ള കൺവെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡ്രോയിങ്ങിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്റ്റെപ്പ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തരുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത് സ്റ്റെപ്പിന്റെ റൈസും സ്റ്റെപ്പിന്റെ ത്രെഡും ആയിരിക്കും. ഓക്കെ, അപ്പൊ റൈസും ത്രെഡും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എത്ര സ്റ്റെപ്പ് വരും എന്നുള്ളത് നോക്കിയിട്ട് വരയ്ക്കേണ്ടത്. ബേസ്മെന്റിന്റെ കൂടെ ചേർന്നിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് വരയ്ക്കാറ്. സോ ഇത്തരത്തിലാണ് ഒരു സ്ട്രിപ്പ് ഫൂട്ടിങ്ങിന്റെ സെക്ഷൻ ഡ്രോയിങ് വരയ്ക്കുക. ഇത് കൂടാതെ തന്നെ വാൾ ഫൂട്ടിങ്ങിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനിൽ വളരെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. പലതരത്തിൽ നമ്മൾ വാൾ ഫൂട്ടിങ് കൊടുക്കാറുണ്ട്. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ തന്നിട്ടുണ്ട്, അതായത് സ്കെച്ച് ദ ഫൂട്ടിംഗ് ഫോർ എ 30 സെന്റിമീറ്റർ ബ്രിക്ക് വാൾ. കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്, നോക്കാം എന്താണ്. ബേസ്മെന്റ് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 60 സെന്റിമീറ്ററും 40 സെന്റിമീറ്ററും ആണ്. അതുപോലെ തന്നെ ടോട്ടൽ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ ആണ്. ബേസ്മെന്റും അതുപോലെ തന്നെ ഫൗണ്ടേഷനും ബ്രിക്ക് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണെന്നുള്ളതും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിക്നെസ് ഓഫ് ബേസ് ലെയർ ഓഫ് PCC എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. കഴിഞ്ഞ സ്ട്രിപ്പ് ഫൂട്ടിംഗ് വരച്ചതിലെ ആ ക്വസ്റ്റ്യനിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം. Successive courses for brick footings for foundation increases by 10 cm and offset for PCC layer shall be 20 cm. ഓക്കെ, അപ്പൊ കഴിഞ്ഞ നമ്മൾ വരച്ച ഫിഗറിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് നമ്മൾ ഇതിൽ വരയ്ക്കാൻ പോകുന്നത്. കാരണം ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് 10 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള സക്സസീവ് കോഴ്സുകളായിട്ടാണ് ഈ ഫൗണ്ടേഷന് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതെങ്ങനെ വരച്ചു തുടങ്ങുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ PCC ലെയർ എന്താണ് 20 സെന്റിമീറ്റർ തിക്നെസ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഫൗണ്ടേഷന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ PCC ലെയർ 20 സെന്റിമീറ്റർ ആണെങ്കിൽ ബാക്കി വരുന്ന 60 സെന്റിമീറ്റർ ആയിരിക്കും എന്റെ ഫൗണ്ടേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ 60 സെന്റിമീറ്ററിൽ വരുന്ന ഫൗണ്ടേഷനിൽ നമ്മൾ 10 സെന്റിമീറ്റർ വീതമുള്ള സക്സസീവ് കോഴ്സുകളായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത്തരത്തിൽ 60 സെന്റിമീറ്ററിനെ 10 സെന്റിമീറ്ററുള്ള കോഴ്സുകളായിട്ട് മാറ്റുമ്പോൾ നമുക്കൊരു 6 കോഴ്സുകൾ വരയ്ക്കാൻ സാധിക്കും, അല്ലെ? അപ്പൊ 6 കോഴ്സുകൾ നമുക്ക് വരച്ചു തുടങ്ങും. ഫൗണ്ടേഷൻ തുടങ്ങുന്നത് ഗ്രൗണ്ട് ലെവലിൽ താഴെയായിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ ഒരു റെഫറൻസ് ലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ മുകളിലോട്ട് എന്തായിരിക്കും, ബേസ്മെന്റ് ആണ് വരുന്നത്. ബേസ്മെന്റിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ 40 സെന്റിമീറ്ററിലുള്ള ബേസ്മെന്റ് നമ്മൾ വരച്ചു. 40 സെന്റിമീറ്ററിന് താഴെയായിട്ട് നമ്മളൊരു ഓഫ്സെറ്റ് നൽകിക്കൊണ്ട് വേണം എന്താണ് ഫൗണ്ടേഷന്റെ ലെയേഴ്സ് വരയ്ക്കുന്നതിന്. ഓക്കെ, 40 സെന്റിമീറ്ററിനേക്കാളും കൂടുതലായിരിക്കും ആദ്യം വരുന്ന ഫൗണ്ടേഷന്റെ ആദ്യത്തെ കോഴ്സ്. അതിനേക്കാളും കുറച്ച് വിഡ്ത്ത് കൂടുതലായിരിക്കും അടുത്ത കോഴ്സ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓരോ 5 സെന്റിമീറ്റർ വീതം വരുന്ന ഓഫ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ സക്സസീവ് കോഴ്സുകളും വരയ്ക്കാം. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് വരുന്ന കോഴ്സ് PCC ലെയർ ആയിരിക്കും. ആ PCC ലെയറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. ആ PCC ലെയറിന് കൊടുക്കേണ്ട ഓഫ്സെറ്റ് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, എത്രയാണ്, 20 സെന്റിമീറ്റർ. സോ അപ്പൊ 20 സെന്റിമീറ്റർ ഓഫ്സെറ്റ് ഉള്ള PCC ലെയർ നമ്മൾ വരച്ചു. അതുപോലെ തന്നെ 6 സക്സസീവ് കോഴ്സ് 10 സെന്റിമീറ്റർ തിക്നെസ് വരുന്ന ഫൗണ്ടേഷൻ നമ്മൾ വരച്ചു. അതിന് മുകളിലോട്ട് ബേസ്മെന്റ് 40 സെന്റിമീറ്റർ വിഡ്ത്തും അതുപോലെ തന്നെ 60 സെന്റിമീറ്റർ ഡെപ്തും നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ബേസ്മെന്റിന് മുകളിലായിട്ട് വാൾ തിക്നെസ് എത്ര വരയ്ക്കേണ്ടത്, വാൾ തിക്നെസ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ 30 സെന്റിമീറ്റർ വിഡ്ത്ത് വരുന്ന ഒരു വാൾ നമ്മൾ വരച്ചു.
ഓക്കെ, അപ്പോൾ ബേസ്മെന്റിന്റെ ടോപ്പ് മുതലാണ് എന്ത് ഫ്ലോർ തുടങ്ങുന്നത്. അപ്പൊ ഫ്ലോർ എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ഉള്ള ഫ്ലോറിംഗ് മെറ്റീരിയൽസിനെ ഇൻഡിക്കേറ്റ് ചെയ്തു. അതിന് താഴെയായിട്ട് ഫ്ലോറിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള PCC ലെയർ, ഒരു 10 സെന്റിമീറ്ററിന്റെ PCC ലെയർ നമ്മൾ വരച്ചു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഫൈനലായിട്ട് വരയ്ക്കേണ്ടത്. അതുപോലെ തന്നെ PCC ഉപയോഗിച്ചിരിക്കുന്ന കോൺക്രീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് കൺവെൻഷണൽ സയൻസ് നമ്മൾ ആ സെക്ഷനിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫൗണ്ടേഷനും ബേസ്മെന്റും അതുപോലെ തന്നെ വാളും നമ്മൾ ബ്രിക്ക് മേസണറി ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രിക്ക് മേസണറി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കൺവെൻഷണൽ സയൻസ് ആണ് ഈ ഫിഗറിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓരോ മെറ്റീരിയലിനും റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള കൺവെൻഷണൽ സയൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രിപ്പ് ഫൂട്ടിങ്ങിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. സോ അത്തരത്തില് അപ്പൊ ഒരു വാൾ ഫൂട്ടിംഗ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഫിഗർ നമ്മൾ വരയ്ക്കണം. അതുപോലെ തന്നെ ഫൈനൽ ഫിഗറിൽ എല്ലാ ഡയമെൻഷൻസും കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തുകയും ഓരോ മെറ്റീരിയലും റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൺവെൻഷണൽ സയൻസ് ആ സെക്ഷനിൽ അടയാളപ്പെടുത്തുകയും വേണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിനെ കുറിച്ചാണ്. ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിനെ നമ്മൾ സ്പ്രെഡ് ഫൂട്ടിംഗ് എന്നും സാധാരണ പറയാറുണ്ട്. അപ്പൊ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു സിംഗിൾ കോളത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് യൂസ് ചെയ്യാറുള്ളത്. അതായത് ഒരു കോളത്തിൽ നിന്നും വരുന്ന ലോഡിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫൂട്ടിംഗ് ആണ് എന്ത് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. കോളങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെയധികം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എക്കോണമിക്കലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫൂട്ടിംഗ് ആണ് എന്ത് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൽ അപ്പോൾ വരുന്ന കമ്പോണൻസ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ഒരു കോളം ഉണ്ടാവും, കോളത്തിന്റെ താഴെ ഫൂട്ടിംഗ് ഉണ്ടാവും, പിന്നെ ഏതൊരു ഫൂട്ടിങ്ങിലും നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ ഒരു ബേസ് ലെയർ ഓഫ് PCC അതുണ്ടാവും. ഓക്കെ, ഇപ്പൊ കോളം ആൻഡ് ഫൂട്ടിംഗ് ആൻഡ് PCC ലെയർ അതായിരിക്കും നമുക്ക് ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൽ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത്. നമ്മൾ സൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ് സാധാരണ പലതരത്തിൽ കൊടുക്കാറുണ്ട്. സിംഗിൾ ആയിട്ട് കൊടുക്കാറുണ്ട്, അതായത് സിമ്പിൾ ഫൂട്ടിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അതുകൂടാതെ തന്നെ സ്റ്റെപ്ഡ് ആയിട്ട് കൊടുക്കാറുണ്ട്, പിന്നെന്താണ് സ്ലോപ്ഡ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ സിമ്പിൾ ഫൂട്ടിങ്ങും സ്ലോപ്ഡ് ഫൂട്ടിങ്ങും സ്റ്റെപ്ഡ് ഫൂട്ടിങ്ങും ഇത്തരത്തിലാണ് കാണപ്പെടുക. അതായത് സിമ്പിൾ ഫൂട്ടിങ്ങിൽ ഒരു കോളം ഉണ്ടാവും, ആ കോളത്തിന് താഴെ ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു സ്മോൾ റെക്ടാങ്കുലർ ബോക്സ് പോലെ കാണപ്പെടും. അതുപോലെ തന്നെ സ്ലോപ്ഡ് ഫൂട്ടിങ്ങിലാണെങ്കിൽ കോളത്തിൻ്റെ താഴെ ഫൂട്ടിങ് 4 സൈഡിലേക്കും സ്ലോപ്പ് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേണിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ സ്റ്റെപ്ഡ് ഫൂട്ടിങ്ങിലേക്ക് നോക്കുക, പലതരത്തിലുള്ള സ്റ്റെപ്സാണ് ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ പെഡസ്റ്റൽസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് 3 ടൈപ്പിലുള്ള സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. സാധാരണ സിമ്പിൾ ഫൂട്ടിംഗ് സ്ക്വയർ ഫൂട്ടിംഗ് ആയിട്ടോ റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആയിട്ടോ അല്ലെങ്കിൽ സർക്കുലർ ഫൂട്ടിംഗ് ആയിട്ടോ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അതിൻ്റെ പ്ലാൻ അതുപോലെ തന്നെ സെക്ഷനുമാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ പ്ലാനിൽ നോക്കുമ്പോൾ ആ കോളത്തിൻ്റെ ഔട്ടർ എഡ്ജാണ് ആ സെൻറ്ററിൽ കാണുന്ന ആ സ്ക്വയർ ബോക്സ്. അതുപോലെ തന്നെ ഫൂട്ടിങ്ങിൻ്റെ ഔട്ടർ എഡ്ജാണ് ആ ലാർജർ ഒരു സ്ക്വയർ ബോക്സ് ആയിട്ട് കാണപ്പെടുന്നത്. കൂടാതെ തന്നെ സെക്ഷണൽ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ കോളനിയും അതുപോലെ തന്നെ ഫൂട്ടിങ്ങിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സാധിക്കും. ഓക്കെ, അതുപോലെ സർക്കുലർ ഫൂട്ടിങ്ങിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് സർക്കുലർ ആയിരിക്കും, അതിൻ്റെ കോളവും അതുപോലെ തന്നെ അതിൻ്റെ ഫൂട്ടിങ്ങും. സ്റ്റെപ്ഡ് ഫൂട്ടിങ്ങിൽ ഫൂട്ടിങ്ങിന് കൂടാതെ തന്നെ ഒരു പെഡസ്റ്റലും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് പ്ലാനിൽ കാണാൻ സാധിക്കുന്നത് ആ കോളത്തിൻ്റെ ആ സ്ക്വയർ ബോക്സും അത് കൂടാതെ തന്നെ ആ പെഡസ്റ്റലിൻ്റെ ഒരു ചെറിയ സ്ക്വയർ ബോക്സും നമുക്ക് കാണാം. പിന്നെ വലിയ ബോക്സ് എന്ന് പറയുന്നത് ഫൂട്ടിങ്ങിൻ്റെ ഔട്ടർ എഡ്ജാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ സെക്ഷണൽ ഡീറ്റെയിൽസിൽ ആ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിരിക്കുന്നതും കാണാം. അതായത് കോളത്തിൽ നിന്നും റീഇൻഫോഴ്സ്മെൻറ്റ് ബെൻഡ് ചെയ്തിട്ട് ഫൂട്ടിങ്ങിലായിട്ട് ഇറക്കി കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ സെക്ഷണൽ ഡീറ്റെയിൽസിൽ കാണാൻ സാധിക്കും. സ്ലോപ്ഡ് ഫൂട്ടിംഗ് നോക്കുമ്പോൾ ഫൂട്ടിങ് ഒരു സ്ലോപ്പിംഗ് പാറ്റേണിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് വരയ്ക്കേണ്ട പ്ലാൻ എന്ന് പറയുന്നത് ഫൂട്ടിങ്ങിലും അതുപോലെ തന്നെ കോളത്തിലും എങ്ങനെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കുന്ന തരത്തിലാണ് പ്ലാൻ വരയ്ക്കേണ്ടത്. അതുപോലെ തന്നെ സെക്ഷണൽ ഡീറ്റെയിൽസിലും റീഇൻഫോഴ്സ്മെൻറ്റ് എത്തരത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ ഡ്രോയിങ്ങിലൂടെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഒരു സൈറ്റിൽ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ ഫൂട്ടിങ്ങിനെ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഗ്രൗണ്ടിൽ ആദ്യം നമ്മൾ എക്സ്കവേഷൻ ചെയ്യുന്നുണ്ടാവും. എക്സ്കവേഷൻ ചെയ്ത ശേഷം നമ്മൾ ആ എക്സ്കവേഷൻ ചെയ്ത പോർഷനിൽ PCC ലെയർ പ്രൊവൈഡ് ചെയ്യും. എന്തിനാണ് PCC ലെയർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു ഫേം ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ലെവൽ ഗ്രൗണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഒരു ലെയർ ഓഫ് PCC നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്.
PCC ലെയർ പ്രൊവൈഡ് ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് ഫൂട്ടിങ്ങിന്റെ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ പ്ലേസ് ചെയ്യും. അതുപോലെ തന്നെ കോളത്തിന്റെ റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്ത് വെക്കും. എന്നിട്ട് ഫൂട്ടിങ്ങിന്റെ കോൺക്രീറ്റിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം കോളത്തിന്റെ കോൺക്രീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യും. ഇത്തരത്തിലാണ് ഒരു ഫൂട്ടിംഗ് എന്ന് പറയുന്നത് സൈറ്റിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സ്പ്രെഡ് ഫൂട്ടിങ്ങിൻ്റെ ഫിഗറാണിത്. എക്സ്കവേഷൻ ചെയ്തതിന് ശേഷം PCC പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് കോളത്തിൻ്റെയും അതുപോലെ തന്നെ ഫൂട്ടിങ്ങിൻ്റെയും റീഇൻഫോഴ്സ്മെൻറ്റ് ഇറക്കി വെച്ചിട്ടാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സാധാരണ ഫൂട്ടിങ്ങിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് മെറ്റലാണ് കൊടുക്കുന്നത്. അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് 2 ഡയറക്ഷനിലും ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ ടൈ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം കോളത്തിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഫൂട്ടിങ്ങിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റിലേക്ക് ബെൻഡ് ചെയ്തുകൊണ്ട് ടൈ ചെയ്ത് വെക്കുന്നു. ഇത്തരത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നീടാണ് കോൺക്രീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റീഇൻഫോഴ്സ്മെൻറ്റ് സാധാരണ ഫൂട്ടിങ്ങിൽ ടോപ്പിലും അതുപോലെ തന്നെ ബോട്ടത്തിലും മാറ്റ് ടൈപ്പിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു സ്ലോപ്ഡ് ഫൂട്ടിങ്ങിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ സ്ലോപ്പിംഗ് ആയിട്ടുള്ള പോർഷൻ എങ്ങനെയാണ് കോൺക്രീറ്റിംഗ് ചെയ്യുന്നത് എന്ന് ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. കോൺക്രീറ്റിംഗ് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ലോപ്ഡ് ഫൂട്ടിങ്ങിൻ്റെ ഫിഗറാണിത്. ഒരു സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് എങ്ങനെയാണ് സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ ഫിഗറിൽ കാണാൻ സാധിക്കുന്നത്. ഫൂട്ടിങ്ങും ഫൂട്ടിങ്ങിൻ്റെ മുകളിലായിട്ട് ആ സ്മോൾ പോർഷൻ ആയിട്ടുള്ള ആ പെഡസ്റ്റലും നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം. ഒരു സർക്കുലർ സ്പ്രെഡ് ഫൂട്ടിങ്ങിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ കോളത്തിൽ കൊടുത്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റും ആ കോളത്തിലെ റീഇൻഫോഴ്സ്മെൻറ്റിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ആ റിങ്ങുകളും നിങ്ങൾക്കിതിൽ കാണാം. ഒരു സ്പ്രെഡ് ഫൂട്ടിങ്ങിലെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസ് വ്യക്തമാക്കിയ ഫിഗറാണിത്. കോളത്തിൽ നിന്നും വരുന്ന ആ ലോഞ്ചിറ്റ്യൂഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ബെൻഡ് ചെയ്തുകൊണ്ട് ആ ഫൂട്ടിങ്ങിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റിലേക്ക് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൂട്ടിങ്ങിൽ വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് 2 ഡയറക്ഷനിലും ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് ഒരു മാറ്റ് ടൈപ്പിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ആ ഫൂട്ടിങ്ങിലെ ഓരോ റീഇൻഫോഴ്സ്മെൻറ്റും ആ എൻഡിൽ ബെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും. റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണിച്ചു തരുന്ന മറ്റൊരു ഫിഗറാണിത്. കോളത്തിൽ നോക്കുകയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കോളം സ്റ്റിറപ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫൂട്ടിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ മാറ്റ് ടൈപ്പിൽ റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പ്രെഡ് ഫൂട്ടിങ്ങിൻ്റെ പ്ലാൻ നോക്കുമ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇത്തരത്തിലാണ്. തന്നെ സെൻറ്ററിൽ കാണിച്ചിരിക്കുന്ന ആ സ്ക്വയർ ബോക്സ് എന്ന് പറയുന്നത് കോളമാണ്. കോളത്തിൻ്റെ ഔട്ടർ എഡ്ജിൽ നിന്നും ഉള്ളിൽ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൂട്ടിങ്ങിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് 2 ഡയറക്ഷനിലും ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിൽ റീഇൻഫോഴ്സ്മെൻറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ കോളത്തിൻ്റെ ഉള്ളിലെ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡോട്ടഡ് ആയിട്ട് അതിൽ കാണാം. അതിനെ കണ്ടുകൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റിറപ്സ് എന്ന് പറയുന്നത് ആ സ്ക്വയർ ടൈപ്പിൽ അതിനെ കണക്ട് ചെയ്തിട്ട് അവിടെ കാണും. അതുപോലെ തന്നെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഫൂട്ടിങ്ങിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്കവിടെ ബെൻഡ് ചെയ്ത് കൊടുക്കുന്ന ആ പോർഷൻ കാണാൻ സാധിക്കും. അതുകൂടാതെ കോളത്തിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് നോക്കുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിലെ റീഇൻഫോഴ്സ്മെൻറ്റും അതുപോലെ തന്നെ സ്റ്റിറപ്സും നമുക്കിവിടെ സെക്ഷനിൽ കാണാൻ സാധിക്കും. കോളത്തിൻ്റെ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ലോങ്ങർ ഡയറക്ഷനിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റിനെ മെയിൻ ബാർസ് എന്നോ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻ്റ് എന്നോ പറയാറുണ്ട്. അതിൽ ഡോട്ടഡ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള സ്റ്റിറപ്സ് ഒരു റെക്ടാങ്കുലറോ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടാണ് നമ്മൾ സെക്ഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കോളത്തിൻ്റെയും ഔട്ടർ എഡ്ജിൽ നിന്നും പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയാണ് നമ്മുടെ റീഇൻഫോഴ്സ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൂട്ടിങ്ങിലാണെങ്കിലും ഇത്തരത്തിൽ ചെറിയൊരു ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും റീഇൻഫോഴ്സ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കവർ എന്നാണ് സാധാരണ പറയാറ്. RCC സ്ട്രക്ചറിൽ കവർ എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാരാമീറ്റർ ആണ്. നമ്മൾ സ്ട്രക്ചറിൽ വരുന്ന റീഇൻഫോഴ്സ്മെന്റ് ഡയറക്റ്റ്ലി അറ്റ്മോസ്ഫിയർ ആയിട്ട് കോൺടാക്ട് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ തിക്നെസ് ഓഫ് കോൺക്രീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ കവർ എന്ന് പറയുന്നത്. ഓരോ മെമ്പർ ആയിക്കോട്ടെ, അതായത് ബീം ആയാലും കോളം ആയാലും ഫൂട്ടിംഗ് ആയാലും അതുപോലെ തന്നെ ഏതൊരു RCC മെമ്പർ ആയാലും ഒരു മിനിമം കവർ നമ്മൾ
പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതായത് റീഇൻഫോഴ്സ്മെന്റ് ഡയറക്റ്റ്ലി എക്സ്പോഷർ വന്നു കഴിഞ്ഞു വെച്ചാൽ സംഭവിക്കുക എന്ന് പറയുന്നത് അത് തുരുമ്പെടുത്ത് പോവുകയാണ് ഉണ്ടാവുക. നമ്മൾ പഴയ ബിൽഡിങ്ങിലോ പല RCC സ്ട്രക്ചറിൽ നമ്മൾ സാധാരണ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞു വെച്ചാൽ ഈ കോൺക്രീറ്റ് പാളികൾ അടന്നു വീണ് കഴിഞ്ഞിട്ട് റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് പുറത്തോട്ട് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റ് അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് തുരുമ്പെടുത്തുള്ള ഒരു അവസ്ഥയിലായിരിക്കും അത് ഉണ്ടാവുക. ഇത്തരത്തിൽ റെസ്റ്റ് ചെയ്ത് പോകുമ്പോൾ റീഇൻഫോഴ്സ്മെന്റിന്റെ എന്താ പറയുക സ്ട്രക്ചറിന്റെ സ്ട്രെങ്ത് വളരെയധികം കുറയും. ഓക്കെ, സ്ട്രെങ്ത്തിനെ അത് ബാധിക്കും. അതുപോലെ തന്നെ അത് അതിന്റെ സ്റ്റെബിലിറ്റിനെ ബാധിക്കാം. അപ്പോൾ നമ്മളൊരു സ്ട്രക്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ റീഇൻഫോഴ്സ്മെന്റ് ഡയറക്റ്റ് എക്സ്പോഷർ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സ്ട്രക്ചറിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് കവർ എന്ന് പറയുന്നത്. കൂടായ IS 456 മിനിമം കവറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് കോളത്തിലാണെങ്കിൽ മിനിമം ഒരു 40 mm ആണ് നമ്മൾ സാധാരണ കവർ കൊടുക്കാറ്. അതുപോലെ തന്നെ ഫൂട്ടിങ്ങിലാവുമ്പോൾ ഒരു 50 mm ആയിരിക്കും നമ്മൾ കവർ കൊടുക്കാറ്. ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പോഷർ കണ്ടീഷൻസും അതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ എന്ന് പറയുന്ന എക്സ്പോഷർ കണ്ടീഷൻസിനനുസരിച്ചിട്ട് നമ്മൾ സ്ട്രക്ചറിൽ കൊടുക്കേണ്ട മിനിമം കവറിന് മാറ്റങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് കവർ നമ്മൾ സ്ട്രക്ചറിൽ യൂസ് ചെയ്യാം. നമ്മൾ ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത് കവർ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായ രീതിയിൽ അത് കാണിച്ചിരിക്കണം. നമ്മൾ പ്ലാൻ നോക്കുമ്പോൾ നമുക്ക് ആ ഫൂട്ടിങ്ങിന്റെ ഔട്ടർ എഡ്ജ് ആയിരിക്കും നമുക്ക് ആദ്യം കാണാം. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ വരച്ചു തുടങ്ങുന്നത് ആ കവർ പ്രൊവൈഡ് ചെയ്ത ശേഷം, അതായത് 5 സെന്റിമീറ്റർ ഫൂട്ടിങ്ങിന്റെ ആണെന്നുണ്ടെങ്കിൽ 5 സെന്റിമീറ്റർ എല്ലാ ചുറ്റിലും സ്പേസിംഗ് കൊടുത്ത ശേഷം വേണം റീഇൻഫോഴ്സ്മെന്റ് വരച്ചു തുടങ്ങാനായിട്ട്. കോളത്തിന്റെ പ്ലാൻ നോക്കുവാണെങ്കിൽ ഔട്ടർ എഡ്ജിൽ നിന്നും ഒരു 4 സെന്റിമീറ്റർ എല്ലാ ഭാഗത്തും സ്പേസ് വിട്ട ശേഷമാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് വരച്ചു തുടങ്ങുക. സോ ഇത്തരത്തിലാണ് ഒരു കവർ നമ്മൾ ഡ്രോയിങ്ങിൽ കാണിക്കുന്നത്. സ്പ്രെഡ് ഫൂട്ടിങ്ങിൽ റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽ നമ്മൾ ഡ്രോയിങ്ങിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന രീതിയിലാണ്. ഇതിൽ റെക്ടാങ്കുലർ ഫൂട്ടിങ്ങും അതുപോലെ തന്നെ സ്ലോപ്ഡ് ഫൂട്ടിങ്ങും ഇല്ലേ, ആ സെക്ഷണൽ ഡ്രോയിങ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നോക്കുമ്പോൾ ഒരു PCC ലെയർ അവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് റീഇൻഫോഴ്സ്മെന്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. റീഇൻഫോഴ്സ്മെന്റ് ഫൂട്ടിങ്ങിൽ ബോത്ത് ഡയറക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഡയറക്ഷനിലുള്ള റീഇൻഫോഴ്സ്മെന്റ് അവിടെ ഹൊറിസോണ്ടൽ ലൈനായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ഡോട്ടഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇനി കോളത്തിൽ നോക്കുകയാണെങ്കിൽ കോളത്തിലെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഫൂട്ടിങ്ങിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതും കാണാം. അതുപോലെ തന്നെ സ്റ്റിറപ്സ് എന്ന് പറയുന്നത് ആ ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെന്റിനെ കണക്ട് ചെയ്തുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫൂട്ടിങ്ങിൻ്റെയും കോളത്തിൻ്റെയും ഔട്ടർ എഡ്ജ് നമുക്കവിടെ കാണാം. ഔട്ടർ എഡ്ജിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മൾ ഈ റീഇൻഫോഴ്സ്മെന്റ് വരച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കവർ എന്ന് പറയുന്നത്. ഈ പോർഷനിൽ നിന്ന് വരുന്ന, അതായത് ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിന്റെ ഡ്രോയിങ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ ദ ഡീറ്റെയിൽഡ് ഡ്രോയിങ് ഓഫ് എ RCC ഫൂട്ടിംഗ് ആൻഡ് ദ ഡീറ്റെയിൽസ് ആർ ഗിവൺ. അതായത് സൈസ് ഓഫ് ദ കോളം എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ഇൻറ്റു 30 സെന്റിമീറ്റർ. അതുപോലെ തന്നെ സൈസ് ഓഫ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് 160 സെന്റിമീറ്റർ ഇൻറ്റു 160 സെന്റിമീറ്റർ. അതായത് ഇതൊരു സ്ക്വയർ ഫൂട്ടിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ദ ഡെപ്ത് ഓഫ് ബേസ് കോൺക്രീറ്റ് ലെവലിംഗ് കോഴ്സ് ഈസ് 10 സെന്റിമീറ്റർ. PCC ഈസ് 1:4:8 വിത്ത് കോഴ്സ് അഗ്രിഗേറ്റ് സൈസ് ഈസ് 40 mm. പിന്നെ ദ ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് അറ്റ് ദ കോളം ഫേസ് ഈസ് 40 സെന്റിമീറ്റർ ആൻഡ് അറ്റ് ദ എഡ്ജ് ഈസ് 20 സെന്റിമീറ്റർ. ഈ ഒരു ടേമിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സ്ലോപ്പിംഗ് ഫൂട്ടിംഗ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു സ്പ്രെഡ് ഫൂട്ടിംഗ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. റീഇൻഫോഴ്സ്മെന്റ് ഇൻ ദ ഫൂട്ടിംഗ് കൺസിസ്റ്റിംഗ് ഓഫ് 40 numbers of 10 mm diameter rod in 2 directions. Assume the reinforcement for column and sketch the shape of the main reinforcement and stirrups in the columns and the bars in the foundation mat. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. റീഇൻഫോഴ്സ്മെന്റിന്റെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത് 40 numbers ആണെന്ന്, അതുപോലെ തന്നെ 10 mm ഡയമീറ്റർ ഉള്ള ബാർസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബോത്ത് ഡയറക്ഷനിൽ, അതായത് 2 ഡയറക്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കോളത്തിലും അതുപോലെ തന്നെ ഫൂട്ടിങ്ങിലുള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ ഡീറ്റെയിൽസിൻ്റെ അതാണ് നമ്മളിനി വരയ്ക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരയ്ക്കേണ്ട സ്ലോപ്ഡ് ഫൂട്ടിങ്ങിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലെ എല്ലാ ഡയമെൻഷൻസും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫൂട്ടിങ്ങിൻ്റെ സൈസ് എന്ന് പറയുന്നത് 160 സെൻറ്റിമീറ്ററും PCC ലെയർ 10 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് നൽകിക്കൊണ്ട് 180 സെൻറ്റിമീറ്റർ ആയിരിക്കും വരിക.
അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഫൂട്ടിങ്ങിൻ്റെ ഡെപ്ത്ത് അടുത്ത കോളം ഫേസ് പറഞ്ഞിരിക്കുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. അറ്റ് ദ എഡ്ജിൽ ഡെപ്ത്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ കോളത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. സോ ഈ ഒരു സ്ലോപ്ഡ് ഫൂട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ് ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അതായത് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള പ്ലാനും അതുപോലെ തന്നെ സെക്ഷനുമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഫൂട്ടിങ്ങിൻ്റെ പ്ലാനാണ് ആദ്യം വരച്ചു തുടങ്ങേണ്ടത്. സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് 160 സെൻറ്റിമീറ്റർ ഡയമെൻഷനുള്ള ഒരു സ്ക്വയർ ആയിരിക്കും. അതിൻ്റെ സെൻറ്ററിൽ 30 സെൻറ്റിമീറ്റർ ഡയമെൻഷനുള്ള മറ്റൊരു സ്ക്വയറും കൂടി വരയ്ക്കണം. അതായത് 30 സെൻറ്റിമീറ്റർ ഡയമെൻഷനുള്ള സ്ക്വയർ കോളത്തിൻ്റെ ഔട്ടർ എഡ്ജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 160 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഫൂട്ടിങ്ങിൻ്റെ ഔട്ടർ എഡ്ജിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. കോളത്തിൻ്റെയും ഫൂട്ടിങ്ങിൻ്റെയും ഔട്ടർ എഡ്ജ് റെപ്രസെൻ്റ് ചെയ്ത ശേഷം ഇനി നമ്മൾ വരയ്ക്കുന്നത് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സോ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഏതൊരു സ്ട്രക്ചർ ആണെങ്കിലും കോളം ആണെങ്കിലും ഫൂട്ടിംഗ് ആണെങ്കിലും ഒരു ക്ലിയർ കവർ കൊടുത്തുകൊണ്ടാണ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്ലേസ് ചെയ്യാറുള്ളൂ. സോ ആ കവർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫൂട്ടിങ്ങിൽ 5 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ കോളത്തിൽ 4 സെൻറ്റിമീറ്ററും സ്പേസ് വിട്ടുകൊണ്ട് വേണം നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് വരയ്ക്കാൻ തുടങ്ങാനായിട്ട്. ഫൂട്ടിങ്ങിൽ 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് മാറി ഒരു സ്ക്വയർ വരയ്ക്കുന്നു. അതുപോലെ തന്നെ കോളത്തിൽ 4 സെൻറ്റിമീറ്റർ മറ്റൊരു സ്ക്വയർ വരയ്ക്കുന്നു. ഫൂട്ടിങ്ങിലെ മാറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതും കോളത്തിലെ റീഇൻഫോഴ്സ്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ വരച്ച ഈ സ്ക്വയർ എന്ന് പറയുന്നത്. ഇപ്പോൾ വരച്ച സ്ക്വയർ റീഇൻഫോഴ്സ്മെൻറ്റിനെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഫൂട്ടിങ്ങിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത് 14 നമ്പേഴ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ബാർസ് ഇൻ ബോത്ത് ഡയറക്ഷൻ എന്നാണ്. അതായത് 2 ഡയറക്ഷനിലും 14 വീതം റീഇൻഫോഴ്സ്മെൻ്റ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വരച്ച ആ സ്ക്വയറിനകത്ത് ഫൂട്ടിങ്ങിൻ്റെ ആ സ്ക്വയറിനകത്ത് 14 നമ്പേഴ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് വരയ്ക്കണം. സോ ആ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ബോത്ത് ഡയറക്ഷനിലും ഹൊറിസോണ്ടൽസും അതുപോലെ തന്നെ വെർട്ടിക്കൽ ലൈൻസും ആയിട്ടാണ് വരയ്ക്കേണ്ടത്. ഒരു ഈക്വൽ സ്പേസിങ്ങിൽ ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി റീഇൻഫോഴ്സ്മെൻറ്റ് അറേഞ്ച് ചെയ്ത് വരയ്ക്കാം. ഫൂട്ടിങ്ങിൽ ബോത്ത് ഡയറക്ഷനിലും കൊടുത്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് നമുക്കതിൻ്റെ സ്പേസിങ് കണ്ടുപിടിച്ചാൽ മതിയാവും. സ്പേസിങ് കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് സ്റ്റീൽ ബാർസ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്പർ ഓഫ് സ്റ്റീൽ ബാർസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് മെമ്പർ ഡിവൈഡഡ് ബൈ സ്പേസിങ് ബിറ്റ്വീൻ ബാർസ് +1. ഇതിൽ സ്പേസിങ് ബിറ്റ്വീൻ ബാർസിന് നമ്മൾ എക്സ് ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 150 ഡിവൈഡഡ് ബൈ 13 ഈസ് ഈക്വൽ ടു 11.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതായത് സ്പേസിങ് എന്ന് പറയുന്നത് 11.5 സെൻറ്റിമീറ്റർ. അപ്പോൾ 11.5 സെൻറ്റിമീറ്റർ സ്പേസിങ്ങിൽ നമുക്ക് 2 ഡയറക്ഷനിലും റീഇൻഫോഴ്സ്മെൻറ്റ് വരയ്ക്കാനായിട്ട് സാധിക്കും. കോളത്തിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, സ്യൂട്ടബിളി അസ്യൂം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് 4 നമ്പേഴ്സ് ഓഫ് 16 mm ഡയമീറ്റർ ബാർ അസ്യൂം ചെയ്യുന്നു. അതുപോലെ തന്നെ 8 mm ഡയമീറ്ററുള്ള 15 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്ങിൽ സ്റ്റിറപ്സും നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഇനി കോളത്തിൽ റീഇൻഫോഴ്സ്മെൻറ്റ് വരയ്ക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ കോളത്തിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഔട്ടർ എഡ്ജ് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു സ്ക്വയർ സെൻറ്ററിൽ വരച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 4 സെൻറ്റിമീറ്റർ സ്പേസ് വിട്ടുകൊണ്ട് മറ്റൊരു സ്ക്വയർ വരയ്ക്കുന്നു. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്റ്റിറപ്പിനെയാണ്. ആ സ്ക്വയറിൻ്റെ കോർണേഴ്സിൽ ചെറിയ സർക്കിളായിട്ട് നമ്മൾ ലോഞ്ചിറ്റ്യൂണൽ ബാർസിനെയും റെപ്രസെൻ്റ് ചെയ്ത് നമുക്ക് വരയ്ക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫൂട്ടിങ്ങിലെ റീഇൻഫോഴ്സ്മെൻറ്റ് ബോത്ത് ഡയറക്ഷനിലും ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ പ്ലാനിൽ നമുക്ക് കാണില്ല കോളത്തിൻ്റെ ആ പൊസിഷനിൽ. കോളത്തിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് വരയ്ക്കുന്ന ഡീറ്റെയിൽസിൽ ഫൂട്ടിങ്ങിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ലൈൻസ് കാണാൻ പാടില്ല. കാരണം ടോപ്പ് വ്യൂവിൽ നമ്മൾ കോളം മാത്രമാണ് കാണുക, ഫൂട്ടിങ്ങിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കാണത്തില്ല. ഇത്തരത്തിൽ നമ്മൾ ഫൂട്ടിങ്ങിൻ്റെ ഔട്ടർ എഡ്ജ് വരച്ച് 5 സെൻറ്റിമീറ്റർ മാറിക്കൊണ്ട് മറ്റൊരു സ്ക്വയർ വരച്ചു. അതിൽ നിശ്ചിത സ്പേസിങ്ങിൽ ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ലൈൻസ് വരച്ചു. സെൻറ്ററിൽ കോളത്തിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ വരച്ചു. അതിൽ 4 സെൻറ്റിമീറ്റർ സ്പേസ് മാറിയിട്ട് മറ്റൊരു സ്ക്വയർ വരച്ച് സ്റ്റിറപ്പിനെ റെപ്രസെൻ്റ് ചെയ്തു. കോർണേഴ്സിൽ ലോഞ്ചിറ്റ്യൂണൽ ബാർസിനെയും റെപ്രസെൻ്റ് ചെയ്തു. ഇത് മാത്രമാണ് പ്ലാനിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കേണ്ടത്. ഇനി അടുത്തത് പ്ലാൻ വരച്ച ശേഷം നമ്മളിനി
സെക്ഷണൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുവാണ്. സെക്ഷൻ വരയ്ക്കുന്നതിന് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന 180 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിലുള്ള PCC ലെയർ ആദ്യം വരയ്ക്കുന്നു. അതൊരു റെക്ടാങ്കുലർ ബോക്സ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സെക്ഷണൽ ഡീറ്റെയിൽസിൽ വരുന്ന ഫൂട്ടിങ്ങിൻ്റെ ഡയമെൻഷൻ അടയാളപ്പെടുത്തുന്നതിനായിട്ട് പ്ലാനിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കാം. അതായത് ഫൂട്ടിങ്ങിൻ്റെ ഔട്ടർ എഡ്ജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈൻസ് പ്രൊജക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കോളത്തിൻ്റെ ഔട്ടർ എഡ്ജ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ലൈൻസിൽ നിന്ന് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ കോളത്തിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ലൈൻസ് നമ്മൾ സെക്ഷണൽ ഡീറ്റെയിൽസിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റും അതുപോലെ തന്നെ ഫൂട്ടിങ്ങിൻ്റെ എഡ്ജും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി സെക്ഷനിൽ ഫൂട്ടിങ്ങിൻ്റെ ഔട്ടർ എഡ്ജാണ് നമ്മൾ വരയ്ക്കുന്നത്. നമ്മൾ പ്ലാനിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത ലൈൻസിൽ നിന്നുമാണ് നമ്മൾ ആ ഔട്ടർ എഡ്ജ് വരയ്ക്കുന്നത്. അതിനായി നമുക്ക് തന്നിരിക്കുന്ന ഡയമെൻഷൻസ് ക്വസ്റ്റ്യനിൽ നിന്ന് നോക്കാം. അതായത് ഫൂട്ടിങ്ങിൻ്റെ ഡെപ്ത്ത് അറ്റ് ദ കോളം ഫേസ് 40 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റ് ദ എഡ്ജ് ദ ഡെപ്ത്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. സോ ഔട്ടർ എഡ്ജിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത ലൈൻസിൽ 20 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ കോളത്തിൻ്റെ എഡ്ജിൽ നിന്നും നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത ലൈൻസിൽ 40 സെൻറ്റിമീറ്റർ ഡെപ്ത്തും നമ്മൾ മാർക്ക് ചെയ്യുന്നു. സോ ഇത്തരത്തിൽ മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഫൂട്ടിങ്ങിൻ്റെ എഡ്ജ് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. പ്ലാനിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്ത ലൈൻസിൽ നമ്മൾ 20 സെൻറ്റിമീറ്റർ ഡെപ്ത്ത് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ 40 സെൻറ്റിമീറ്റർ ഡെപ്ത്ത് മാർക്ക് ചെയ്തു. 20 സെൻറ്റിമീറ്റർ ഡെപ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ ആ കോളത്തിൻ്റെ സെക്ഷനിലെ ഔട്ടർ എഡ്ജ് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 40 സെൻറ്റിമീറ്റർ ഡെപ്ത്ത് മാർക്ക് ചെയ്ത ശേഷം ആ 40 സെൻറ്റിമീറ്ററിൽ നിന്നും മുകളിലോട്ടാണ് നമ്മൾ കോളത്തെ മാർക്ക് ചെയ്യുന്നത്. സോ ആ 40യും 20യും സെൻറ്റിമീറ്റർ വരുന്ന എഡ്ജിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വരയ്ക്കുമ്പോൾ ഒരു സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഫൂട്ടിങ്ങിൻ്റെ സെക്ഷനാണ് ലഭിക്കുക. സെക്ഷണൽ ഡീറ്റെയിൽസിൽ ഫൂട്ടിങ്ങിൻ്റെയും അതുപോലെ തന്നെ കോളത്തിൻ്റെയും ഔട്ടർ ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനുശേഷം അതിനുള്ളിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനായിട്ട് പ്ലാനിൽ ഫൂട്ടിങ്ങിൽ വരച്ചിരിക്കുന്ന 40 നമ്പേഴ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുക. അതുപോലെ തന്നെ പ്ലാനിലെ കോളത്തിൽ വരച്ചിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെയും പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുക. ഈ പ്രൊജക്ഷൻ ലൈൻസിലായിരിക്കും റെസ്പെക്റ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അതായത് പ്ലാനിൽ ഫൂട്ടിങ്ങിൽ ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ സെക്ഷനിൽ കാണുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ടായിരിക്കും. അതിൻ്റെ എൻഡിൽ ബെൻഡ് ചെയ്ത് കാണിച്ചിരിക്കണം. അതുപോലെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ബെൻഡ് ചെയ്ത പോർഷൻ. അതുപോലെ തന്നെ പ്ലാനിൽ ഫൂട്ടിങ്ങിലെ വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ സെക്ഷനിൽ ഡോട്ട്സ് ആയിട്ട് മാത്രമാണ് കാണാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ഫുൾ ലെങ്ത് നമുക്ക് കാണാൻ പറ്റില്ല. ഫൂട്ടിങ്ങിൻ്റെ പ്ലാനിലെ ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ സെക്ഷനിൽ ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ടാണ് കാണുക എന്ന് നമ്മൾ പറഞ്ഞു. അതെങ്ങനെ വരയ്ക്കുകയെന്ന് വെച്ചാൽ പ്ലാനിൽ നിന്ന് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത ഏറ്റവും എൻഡിലെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പ്രൊജക്ഷൻ ലൈൻസിന് ഇടയിലായിട്ടാണ് നമ്മൾ ആ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കേണ്ടത്. സോ അതിൻ്റെ എൻഡിൽ നമ്മൾ ബെൻഡ് ചെയ്ത് കാണിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ കോളത്തിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ലൈൻസിലാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് വരയ്ക്കാൻ പോകുന്നത്. ഫൂട്ടിങ്ങിൽ 2 ഡയറക്ഷനിലും കൊടുത്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് സെക്ഷനിൽ റെപ്രസെൻ്റ് ചെയ്തു. നമ്മൾ ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിനെ സെക്ഷനിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഫൂട്ടിങ്ങിൻ്റെ പ്ലാനിൽ വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിനെ നമ്മൾ സ്മോൾ സർക്കിൾസ് ആയിട്ടാണ് ഇവിടെ സെക്ഷൻ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കോളത്തിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിൽ നിന്നും വരച്ച പ്രൊജക്ഷൻ ലൈൻസിൽ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ സെക്ഷനിൽ വരച്ചു. അതിൻ്റെ ഏറ്റവും എൻഡിൽ, അതായത് ഫൂട്ടിങ്ങിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗത്ത് ഒരു ബെൻഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഫിഗറിൽ ആ ബെൻഡ് പോർഷൻ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ബെൻഡ് ചെയ്തിട്ട് ഫൂട്ടിങ്ങിലേക്ക് ഇറക്കി വെച്ചാവുക. അത് നമ്മൾ ഡ്രോയിങ്ങിൽ ഇങ്ങനെയാണ് കാണിക്കുക. അത് കഴിഞ്ഞ് സ്റ്റിറപ്സിൻ്റെ ഡീറ്റെയിൽസിൽ 15 സെൻറ്റിമീറ്റർ സ്പേസിങ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഫൂട്ടിങ്ങിൻ്റെ ബെൻഡ് ചെയ്തിരിക്കുന്ന പോർഷനിൽ നിന്നും ഒരു 15 സെൻറ്റിമീറ്റർ സ്പേസിങ്ങിൽ ആദ്യത്തെ ഒരു സ്റ്റിറപ്പ് വരയ്ക്കുക. സ്റ്റിറപ്പ് സെക്ഷനിൽ നമ്മൾ കാണുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ മാത്രമായിട്ടാണ് നമുക്ക് കാണുക. എന്നാൽ പ്ലാനിലാവട്ടെ നമുക്ക് ആ ഒരു സ്ക്വയർ ആയിട്ടാണ് നമ്മൾ സ്റ്റിറപ്പിനെ കണ്ടത്. അതുപോലെ തന്നെ സെക്ഷനിൽ അപ്പോൾ ഹൊറിസോണ്ടൽ ലൈനായിട്ട് സ്റ്റിറപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുക. അങ്ങനെ ആദ്യത്തെ 15 മീറ്ററിൽ ഒരു സ്റ്റിറപ്സ് ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത 15 സെൻറ്റിമീറ്ററിൽ അടുത്തൊരു സ്റ്റിറപ്സ്
റെപ്രസെൻറ്റ് ചെയ്യുക. ഇങ്ങനെ 15 സെൻറ്റിമീറ്റർ സ്പേസിങ്ങിൽ നമ്മൾ പറ്റാവുന്നത്ര സ്റ്റിറപ്സ് അടയാളപ്പെടുത്തി വരയ്ക്കുക. ഇങ്ങനെ ഒരു ഫൈനൽ ഡ്രോയിങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫൈനലായിട്ട് വരയ്ക്കേണ്ട പ്ലാനും സെക്ഷനും എന്ന് പറയുന്നത്. നമ്മൾ സ്ലോപ്ഡ് ആയിട്ടുള്ള ഫൂട്ടിങ്ങിൻ്റെ പ്ലാനും അതുപോലെ തന്നെ സെക്ഷനിലും റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് വളരെ നീറ്റായിട്ട് തന്നെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നുള്ളത് കാണിക്കണം. അതിൻ്റെ സ്പേസിങ്ങും അതുപോലെ തന്നെ ഡയമെൻഷൻസും അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയമീറ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും എല്ലാം തന്നെ ക്ലിയർ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം ഫൈനൽ ഡ്രോയിങ്ങിൽ. ഫൈനൽ ഫിഗറിലെ ഡീറ്റെയിൽസ് ഒന്നും കൂടി നമുക്ക് നോക്കാം. ഇതാണ് സെക്ഷൻ ഡീറ്റെയിൽസ്. ഇതിൽ PCC ലെയറിലെ ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്. 160 ആണ് ഫൂട്ടിങ്ങിൻ്റെ ഡയമെൻഷൻ. പ്ലസ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ് രണ്ട് ഭാഗത്തും. പിന്നെ 180ൻ്റെ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അതിന് മുകളിലായിട്ട് നമുക്ക് സെക്ഷനിൽ ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് കാണാം. അതെന്ന് പറയുന്നത് 10 mm ഡയമീറ്ററിൻ്റെ 14 നമ്പേഴ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്ലാനിൽ ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഇവിടെ ഹൊറിസോണ്ടൽ ലൈനിൽ കാണുന്നത്. അതിന് മുകളിലായിട്ട് സ്മോൾ ഡോട്ട്സ് അല്ലെങ്കിൽ സർക്കിൾസിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻ്റ് ആണ് എന്ത് വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ്. അതുപോലെ തന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ കോളത്തിൽ നിന്നും വരുന്ന നമ്മളുടെ താഴത്തെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്യേണ്ടതാണ്. അവിടെ കാണിച്ചിരിക്കുന്ന ആ ചെറിയ ഗ്യാപ്പ് അവിടെ പാടില്ല. ശരിക്കും ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മുടെ ഫൂട്ടിങ്ങിലെ റീഇൻഫോഴ്സ്മെൻറ്റുമായി ടച്ച് ചെയ്തിട്ടാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ ഫിഗറിൽ ചെറിയൊരു മിസ്റ്റേക്കാണത്. അപ്പോൾ ഇനി വരയ്ക്കുമ്പോൾ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് ആ ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മുടെ ഫൂട്ടിങ്ങിലെ റീഇൻഫോഴ്സ്മെൻറ്റിൽ ടച്ച് ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ സ്റ്റിറപ്പ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് ആയിട്ടാണ് നമുക്ക് സെക്ഷനിൽ കാണാൻ സാധിക്കുക. അതെന്ന് പറയുന്നത് 8 mm ഡയമീറ്ററിൻ്റെ 15 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് ആണെന്ന് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെൻറ്റ് 4 നമ്പേഴ്സാണ്. അത് നമുക്ക് പ്ലാനിലാണ് 4 നമ്പേഴ്സ് കാണാൻ സാധിക്കുള്ളൂ. അത് നമ്മൾ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണം. 4 നമ്പേഴ്സ് ഓഫ് 16 mm ഡയമീറ്റർ. ഇതാണ് ഫൂട്ടിങ്ങിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഈ പ്ലാനിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഫൂട്ടിങ്ങിലെ റീഇൻഫോഴ്സ്മെൻറ്റ് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി ബോത്ത് ഡയറക്ഷൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പേസിംഗ് എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏത് ഡയമീറ്ററുള്ള ബാറാണെന്ന് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണം. അതായത് 10 mm ഡയമീറ്ററുള്ള 14 നമ്പേഴ്സ് ഓഫ് ബാർസ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്ററിലുള്ള ആ കോളത്തിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്കവിടെ കാണിച്ചിട്ടുണ്ട്. അതൊരു സ്ക്വയർ ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൽ 8 mm ഡയമീറ്ററുള്ള സ്റ്റിറപ്സും അതുപോലെ തന്നെ 16 mm ഡയമീറ്ററുള്ള ലോഞ്ചിറ്റ്യൂണൽ ബാർസാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കോളത്തിൻ്റെയും പിന്നെ ഫൂട്ടിങ്ങിൻ്റെയും ഡയമെൻഷനും നമ്മളിതിൽ മാർക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ വരയ്ക്കേണ്ട പ്ലാനും സെക്ഷനും ഇതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ കിട്ടി കഴിയുമ്പോൾ അതിന്റെ സെക്ഷണൽ ഡീറ്റെയിൽസിൽ കോളത്തിലും ഫൂട്ടിങ്ങിലും വരുന്ന റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഫൂട്ടിങ്ങിന്റെ പ്ലാനിൽ നോക്കുമ്പോൾ തന്നെ അതിന്റെ റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നുള്ളത് വളരെ വൃത്തിയായിട്ട് നമ്മൾ വരച്ച് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് കമ്പൈൻഡ് ഫൂട്ടിങ്ങിന്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.